പ്രകൃതി സംരക്ഷണത്തിന്റെ വേറിട്ട പ്രവർത്തനവുമായി പൂമരത്തണൽ പ്രകൃതി കുടുംബം അമൂല്യ സസ്യങ്ങളാൽ കാവൊരുക്കൽ പദ്ധതിയുമായിട്ടാണ് ഈ കുടുംബം രംഗത്ത് എത്തിയിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ സുനിൽ സുരേന്ദ്രനും കുടുംബവുമാണ് ക്ഷേത്രങ്ങളിലൂടെ കാവൊരുക്കി വ്യത്യസ്തമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി സൗജന്യ വൃക്ഷ വ്യാപന പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനായ വ്യക്തിയാണ് സുനിൽ സുരേന്ദ്രൻ. വിമുക്ത ഭടന്മാർക്ക് ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാവൽ മരം എന്ന പേരിൽ 14 ജില്ലകളിലും വിമുക്ത ഭടന്മാരുടെ വീടുകളിലെത്തി അവർക്ക് വൃക്ഷത്തൈകൾ നൽകിയിരുന്നു. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായി അക്ഷരവൃക്ഷം പദ്ധതി വിവിധ ജില്ലകളിൽ നടപ്പാക്കി. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരോടുള്ള ആദരവിന്റെ ഭാഗമായി ആതുര വൃക്ഷം എന്ന പേരിൽ വൃക്ഷത്തൈകളും വിതരണം ചെയ്തിരുന്നു. പൊതുയിടങ്ങളിൽ നടുന്ന വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടാതെ നശിക്കുന്ന സാഹചര്യത്തിലാണ് കാവൊരുക്കൽ എന്ന പദ്ധതിയുമായി സുനിൽ രംഗത്ത് വരുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ 60,000-ത്തിലധികം വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അത് നമ്മൾ പബ്ലിക് പ്ലേസിൽ വെച്ച് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരുന്നു, അതിനെ നനയ്ക്കാൻ ആളില്ലാതെ വരുന്നു. പക്ഷെ ദേവാലയങ്ങളിലെ ഒരു ആത്മീയ പരിവേഷം കൊടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേകമായ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഏത് ദേവാലയങ്ങളാണേലും അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ സർവ്വമത ദേവാലയങ്ങളിൽ നമ്മൾ വൃക്ഷത്തൈ നടുമ്പോൾ അതിന് പേരിൽ കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശ്രദ്ധിക്കാനും അതിനെ പരിപാലിക്കാനും ആ ദേവാലയങ്ങളുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ അവിടുത്തെ ആചാര്യന്മാരോ അല്ലെങ്കിൽ ശാന്തിക്കാരോ ആരെങ്കിലും ഒക്കെ അതിന് തയ്യാറാകും. അതാണ് നമ്മൾ ദേവാലയങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള പരിപാടികൾ. ഇതിനോടകം 50-ലധികം ക്ഷേത്രങ്ങളിൽ കാവൊരുക്കിയ സുരേന്ദ്രൻ ഇടുക്കി ജില്ലയിലെ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഈ കർമ്മ പദ്ധതി നടപ്പാക്കുകയാണ്. ദേവവൃക്ഷങ്ങളാണ് കാവിനായി തിരഞ്ഞെടുക്കുക. എസ്റ്റേറ്റ് തൊഴിലാളിയായ സുനിൽ സ്വന്തമായി പണം മുടക്കിയാണ് ഇത്തരം പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രവർത്തനങ്ങൾക്ക് ഭാര്യ സുഷിത, മക്കളായ അർജുൻ, അഭിമന്യു എന്നിവരും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.